എല്ലാ കൂട്ടുകാർക്കും മറിയാമ്മസ് വേൾഡിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റിൽ ഒരു തേങ്ങാപ്പാൽ കാപ്പിയിലെ അടയാട്ടോ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയുണ്ട്, കുറച്ച് ആട്ടപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അവലുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് ശർക്കര. ശർക്കര വെറുതെ അരിഞ്ഞു വെച്ചേക്കുന്നതാണേ, ചീവി വെച്ച ശർക്കര, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ഞാൻ തേങ്ങാപ്പാല് കുറച്ചവിടെ കണക്കിന് തേങ്ങാപ്പാലാണ്. ഇത്ര സാധനങ്ങൾ നമുക്ക് ഇതിന് വേണ്ടത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ അവൽ നനച്ച് വെക്കണം. അവൽ നനയ്ക്കാനായിട്ട് അവലെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ സാധാരണ എല്ലാവരും നനയ്ക്കുന്ന പോലെ കുറച്ച് തേങ്ങ ഇടണം, പിന്നെ കുറച്ച് ശർക്കര ഇടണം, പിന്നെ കുറച്ച് ജീരകവും അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച് ഏലക്കായും കൂടെ ഇടണം. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾ നനച്ചെടുക്കണം. ഒരു കാരണവശാലും നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർത്ത് നനച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. വെള്ളം ഒന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ കൈയും കൊണ്ട് ഇങ്ങനെ തിരുമ്മി നന്നായിട്ടങ്ങ് ചേർക്കണം. ആ തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. അതിനുശേഷം കണ്ടോ നമ്മൾ പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനുള്ള പൊടിയേ ഇടാവുള്ളൂ കേട്ടോ, ഒത്തിരി പൊടി ആവരുതേ. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള ജീരകവും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും കൂടെ ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ട് ഇതങ്ങ് തിരുമ്മി കൂട്ടണം. നമ്മൾ കൈയും കൊണ്ട് തന്നെ തിരുമ്മി കൂട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ ബാക്കി നമ്മുടെ അടയുടെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നുള്ളൂ. അപ്പം നന്നായിട്ട് എന്താണെങ്കിലും നന്നായി യോജിപ്പിച്ചെടുക്കണം. കണ്ടോ, ഇനിയപ്പം നമുക്ക് എന്താണ് നമുക്ക് യോജിപ്പിച്ചിട്ട് കാണാം. നല്ലപ്പോൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ കളർ ഉറങ്ങും കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതിന് നമ്മൾ വൃത്തിയുള്ള ഒരു പാത്രം എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ആദ്യം നമ്മൾ ആട്ടപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ എന്തൊരു ആട്ടപ്പൊടി എടുത്തോ അത്ര ഇട്ട് കൊടുത്തു. രണ്ടായിട്ട് വേണേൽ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ മൊത്തത്തോടെ അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പൂടെ വേണം കേട്ടോ, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടേ. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇടയ്ക്ക് വെച്ചിട്ട് കണ്ടോ, ഇപ്പം ഞാൻ ഉപ്പിടുന്നതെന്ന് ചോദിക്കും മധുരം. എല്ലാവരും ചോദിക്കും അടയ്ക്കും മധുരമല്ലേ, പിന്നെ ഇതിന് ഉപ്പിടുന്നതെന്ന്. നമ്മൾ എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കിയാലും അതിനകത്തൊരു ഇച്ചിരി ഉപ്പിടും നമ്മൾ. പിന്നെയാണ് നമ്മുടെ മെയിൻ താരമായ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം തേങ്ങാപ്പാലിന് വരുന്ന തേങ്ങ ചേർത്ത് നമുക്ക് ചുമ്മാ തേങ്ങാപ്പാൽ ചേർക്കാതെ ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്താണ് കുഴയ്ക്കുന്നത്. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ നന്നായിട്ട് നമ്മളത് കുഴച്ചെടുക്കണം. നമുക്കറിയാലോ കണ്ടോ, ഇപ്പം ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. നമ്മളിത് പരത്താൻ പാകത്തിലുള്ള ഓവർ വെള്ളമായി പോകരുത്. ഓവർ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലയെ നിൽക്കത്തില്ല. ഇതിപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പാകത്തിലുള്ള നന്നായിട്ട് നമ്മൾ എത്ര നല്ല മയം കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് കുഴയ്ക്കുവാണെങ്കിൽ നല്ല മയം കിട്ടും. ഇതിനി മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാപ്പിയില എടുക്കണം. കാപ്പിയില ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഇല വേണം, വാഴയില ഉള്ളവർക്ക് വാഴയില എടുക്കാം. ഞാനിവിടെ എന്താളും കാപ്പിയില എടുത്തേക്കുന്നത്. കാപ്പിയില എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കണം. പരത്താൻ എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി വെള്ളം കൂടെ കയ്യിലേക്ക് തൊട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതങ്ങോട്ട് ഇങ്ങനെ പരത്തി പരത്തി വെക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇനി അടുത്ത നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാനായിട്ട്. ഉണ്ടോ, ഇപ്പം നന്നായിട്ട് ഒട്ടിയിരിക്കിരിപ്പുണ്ട്. ഇനി ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അവലുണ്ടല്ലോ, ആ അവലെല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് മുകളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് പിടിക്കൂലാത്തേല്. അതിന് ശേഷം മോള് വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടെ അത് വെക്കണം. ഈ തിരിച്ചു മടക്കുന്നവരുണ്ട്, ആ രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുണ്ട്. ഇപ്പം ഇത് ഞാൻ തിരിച്ചു മടക്കി വെക്കുകയതായി. തിരിച്ചിങ്ങനെ മടക്കി വെച്ചിട്ട് ചുട്ടെടുക്കുക ചെയ്യുന്നത്. തിരിച്ച് മടക്കി മാറ്റി വെക്കുക. ഇനി അല്ലാതെ നമ്മൾ ഒരു ലെയറും കൂടെ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഒരു കാപ്പി അതുപോലെ തന്നെ സെയിം ഒരു കാപ്പിയിൽ എടുത്തിട്ട് ആദ്യം നമ്മൾ കാണിച്ച പോലെ തന്നെ നമ്മൾ വീണ്ടും അതിങ്ങനെ പരത്തണം. വെള്ളമെല്ലാം കൂട്ടി പരത്തണം. വെള്ളം കൂട്ടി പരത്തില്ല കുഴപ്പമില്ല, പക്ഷെ വെള്ളം കൂട്ടി പരത്തുകൊണ്ട് നമുക്ക് പരത്താനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വെള്ളം കൂട്ടി പരത്തിയേക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ അവലും ശർക്കര എല്ലാം കൂടെ ചേർക്കുന്നത്. ഇപ്പം അവല് വേണം നിർബന്ധമൊന്നുമില്ല, ശർക്കരയും തേങ്ങയും മാത്രം വെച്ച് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇഷ്ടം. അവലെല്ലാം കൂടെ വെച്ചിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ലെയറും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്യുവാണ്. ഉണ്ടാവും ഇങ്ങനെ അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കട്ടി ഏറ്റവും കുറച്ച് ഉണ്ടാക്കണം, അതായിരിക്കും ഏറ്റവും സെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കണം. അപ്പോൾ ഫുൾ അത് കവർ ചെയ്യണം. നമ്മുടെ അവലും ഇതെല്ലാം നന്നായിട്ട് കവർ ചെയ്യണം. കാരണം സൈഡിൽ കൂടെ ഒന്നും പോവരുത്. അമ്മാതിരി നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഇത് ആ സൈഡിലുള്ള ഭാഗം കൊണ്ട് ആ പോർഷനൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കാപ്പിയില വെച്ച് നമ്മൾ വീണ്ടും അത് അടച്ചു വെക്കാനായിട്ട്. നമുക്ക് വാഴയില ഉണ്ടെങ്കിൽ അത് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ വാഴയില ഇല്ലാത്തതുകൊണ്ടാണ് കാപ്പിയില എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു കാപ്പിയില എടുത്ത് വെക്കണം. ഇപ്പുറത്തെ ഭാഗത്തോടെ ഒരു കാപ്പിയില എടുത്ത് വെച്ച് നമ്മൾ കണ്ടോ നന്നായിട്ട് അതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കാപ്പിയെല്ലാം നന്നായിട്ടത്തെ പിടിച്ചിരിക്കും. ഇനി നമ്മൾ തിരിച്ചു മറിച്ച് നോക്കണം. കണ്ടോ, സെറ്റായില്ല എന്ന് നോക്കി. ഇനി നമ്മളതങ്ങനെ മാറ്റി വെക്കണം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. ആദ്യം ഉണ്ടാക്കി മടക്കി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച് ഇപ്പം രണ്ടാമത് ഉണ്ടാക്കിയ പോലെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഏറ്റവും കട്ടി കുറച്ചുണ്ടാക്കുവാണെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിയുമ്പോഴത്തേനും. വാഴയിലേക്കാണ് നമുക്ക് ഇച്ചിരി കട്ടി കുറച്ചുണ്ടാക്കാൻ നോക്കാം. ഇപ്പം കേട്ടോ ഞാനിവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്കത് ചുട്ടെടുക്കുക വേണ്ടു.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഒരു ചട്ടി എടുത്ത് വെക്കണം. ഞാനിവിടെ ഒരു പാൻ എടുത്തു, ഒരു പോയ പാനാണ് കേട്ടോ. അപ്പോൾ ആ പാനിലേക്ക് അപ്പം തീ ചെന്ന് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല. ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പാൻ അങ്ങ് ചൂടാക്കണം. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ആ പെരട്ടി വെച്ചിരിക്കുന്ന അടയുണ്ടല്ലോ, അത് അത്തയിലേക്ക് നമ്മൾ ഇട്ടൊന്ന് ചൂടാക്കി കൊടുക്കാനായിട്ട്. കണ്ടോ, ഇനി നമ്മളത് പാനിലേക്ക് വെച്ച് കൊടുക്കണം. അത് ഇനി അവിടെ കിടന്ന് അതിങ്ങനെ നല്ല തീ ഇങ്ങനെ നല്ല കൂട്ടിയിട്ടോ. തീ കൂട്ടിയിട്ടാൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ഇച്ചിരി വേഗാനിച്ച സമയം പിടിക്കില്ല. കട്ടി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. കട്ടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വേഗാനിച്ച താമസം വരുമെന്നുള്ളൂ. പക്ഷെ നല്ല കരിമുരുന്നിരിക്കണം. തിന്നുമ്പം നമുക്ക് പൊളിച്ചെടുക്കാൻ പാകത്തിന് അത്ര നല്ല സെറ്റായിരിക്കണം ഇത്. അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു തിന്നാൻ സുഖത്തിനേക്കാൾ നല്ലത് ചൂടോടെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇത് നമ്മളിതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറേ സമയം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ തിരിച്ചിടണം. 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഒക്കെ മതി. കണ്ടോ, ഇപ്പം നമ്മൾ ഒരു വശം അതാണ്ട് സെറ്റ് ഉണ്ട്. കണ്ടോ, മുരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇലയൊക്കെ ഉണ്ടോ കരിഞ്ഞു വരും. ഇത് ഒരു ഭാഗം ആയി കഴിയുമ്പോഴത്തേനും എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് ഓപ്പോസിറ്റാണ് നമ്മളത് മറിച്ചിടണം. ഇതുപോലെ തന്നെ എല്ലാം നമ്മളിത് ചെയ്താക്കിയെടുക്കണം. ഇത് കുറച്ച് സമയം പിടിക്കും. നമ്മൾ ഓടിപ്പോയത് എടുത്ത് മാറ്റാൻ നോക്കരുത്. അപ്പം എന്തായാലും കാപ്പിയിലയുടെയൊക്കെ നല്ല സ്മെല്ലും മണം എനിക്കിഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവരും കാണുമായിരിക്കും. വാഴയിലയൊക്കെ എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും വാഴയിലക്കകത്ത് ഉണ്ടാക്കിയാലും നോക്കിയാൽ മതി. കണ്ടോ, അപ്പം നല്ല കാര്യം വരും, നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും ചുട്ടെടുത്ത് കഴിയുമ്പോഴത്തേനും. കാരണം അരിപ്പൊടിയും മൈദയും കൂടെ ആകുമ്പോഴത്തേനും നല്ല സെറ്റാണ്. പിന്നെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ എന്താണ് അടിപൊളിയായിരിക്കും. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഈ കാപ്പിയിലയും വാഴയിലയൊക്കെ വെച്ചായിരുന്നു അട ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം എന്താണെങ്കിലും ഇപ്പം എന്താണ് ഏകദേശം സംഭവം സെറ്റായിട്ടുണ്ട്. കേട്ടോ, ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുത്ത് വെക്കാം. ഇത് ചൂടോടെ തിന്നാനായിരിക്കും എന്താണെങ്കിലും ടേസ്റ്റ്. തണുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ ക്രിസ്പിനെസ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഇതെന്താണ് വൈകുന്നേരം കുട്ടികൾക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് ഈ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് നല്ല അടുത്തോടെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.